സത്യത്തിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പ്രാഥമികമായ ബാധ്യതയാണ് എല്ലാ സർക്കാരുകൾക്കും ഉള്ളത്. ഇവിടെ ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് എവിടെയൊക്കെയാണെന്നുള്ളത് ഗവൺമെൻറ് കൃത്യമായിട്ട് അറിയാം. അവിടെ തുടർച്ചയായിട്ട് കാട്ടാനയുടെ പ്രശ്നങ്ങളുള്ളതാണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളൊരു സ്ഥിതിയാണ് മുള്ളരിങ്ങാടും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ കുറേ നാളുകളായി. ഇന്നിത് സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം പശുവിനെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ അതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പറയപ്പെടുന്ന പോലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരണകസേരയിൽ ഇരിക്കുന്ന ഒരു മന്ത്രിയെ നമുക്ക് ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, CPM-ൻ്റെ ആജ്ഞാനുവർത്തിയായി മാത്രം ശ്രീ A.K. ശശീന്ദ്രൻ ഇന്ന് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന് വകുപ്പ് ഭരണത്തിൽ യാതൊരു റോളും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. പിണറായി വിജയൻ പറയുന്നു വനം മന്ത്രി ശശീന്ദ്രനാണ്. എന്നാൽ ശശീന്ദ്രന് അതിൻ്റെ മാൻഡേറ്റ് നേരത്തെ തന്നെ രാഷ്ട്രീയമായി തന്നെ പോയതാണ്. അതിലേക്ക് എനിക്ക് കിടക്കാൻ താല്പര്യമില്ല. പക്ഷേ എന്നാൽ പോലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാന ആക്രമണവും വന്യജീവി ആക്രമണവും ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ മന്ത്രിയായിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം അന്തസ്സുണ്ടെങ്കിൽ ഈ നിമിഷം രാജിവെച്ച് ഇറങ്ങിപ്പോകാൻ വേണ്ടത്. അപ്പോൾ നാട്ടുകാർക്കൊരു വിശ്വാസവും ഗവൺമെൻറ് ഒരു കാര്യത്തിൽ ആക്ഷൻ എടുക്കുന്നു, കുറേ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു, ജനങ്ങൾക്കൊരു സുരക്ഷിതത്വ ബോധം ഉണ്ടാകും. ഇതൊന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ നിമിഷം വരെയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരും ഇവിടെ ഇല്ല. ഈ തൊടുപുഴ ലോക്കലിലുള്ള കുറച്ച് പോലീസുകാർ ഇവിടെ നിൽപ്പുണ്ട് എന്നുള്ളതല്ലാതെ ഈ കാര്യത്തിൽ മുള്ളരിങ്ങാട് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിന് എന്ത് സംരക്ഷണം? ഈ നാളെ അവിടെ നിന്നും ആന പോകുമെന്ന് എന്ത് ഉറപ്പ്? അപ്പോൾ ആ പ്രദേശത്തിന് പൂർണ്ണമായ ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കുക. ഞാൻ നഷ്ടപരിഹാരത്തെക്കുറിച്ച് അധികം പറയുന്ന ഒരാളല്ല. നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് നിയമമാണ്. ആ നിയമം ഗവൺമെൻറ് പാലിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണിത്. അതവർ കൊടുത്തേ മതിയാവൂ. മരിച്ച ഒരാളോളം നഷ്ടപരിഹാരത്തുക ഒരു പരിഹാരമല്ല. ഒരാളുടെ ജീവനാണ് പോയത്. 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരിച്ചിട്ട് നമ്മൾ നഷ്ടപരിഹാരത്തെക്കുറിച്ച് വിലപേശാൻ അതങ്ങനെ ഒരു ശരിയായൊരു കാര്യമല്ല. അത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ജനാധിപത്യ ഗവൺമെൻറ്റാണ്. അവരത് കൊടുത്തേ മതിയാവും. ആ മുള്ളരിങ്ങാട് എന്ന് പറയുന്ന ആ പ്രദേശത്ത് ജനങ്ങൾക്ക് എന്ത് സംരക്ഷണമാണ് ഈ ഗവൺമെൻറ് ഉറപ്പ് കൊടുക്കാനുള്ളത്? ഇവരെന്ത് ചെയ്തു? എന്നാണ് മുള്ളരിങ്ങാട് കാട്ടാന വന്നതെന്ന് അവർ പറയട്ടെ. 10ഓളം വരുന്ന ആനകൾ അവിടെ ഒരു വർഷത്തിലധികമായിട്ട് ആ പ്രദേശത്ത് തമ്പടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ അടുത്ത നാളിലാണ് ഒന്ന് റെയ്ഡ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഒരു റെയ്ഡിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നത്. അതവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇപ്പോൾ വീണ്ടും കാട്ടാനെ തിരിച്ചു വന്ന് ആക്രമിക്കുക, ആളെ കൊന്നു. അപ്പോൾ ഈ ദാരുണമായ അവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവൂ. ഉറക്കത്തിൽ കിടക്കുന്ന ഈ ഗവൺമെൻറ് സത്യത്തിൽ അവരുടെ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ മാത്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. CPM സമ്മേളനത്തിൻ്റെ പുറകെയാണ്. CPM-ൻ്റെ ആജ്ഞാനുവർത്തിയായിട്ട് വനമന്ത്രിയും പ്രവർത്തിക്കുകയാണ്. പിണറായി വിജയൻ്റെ കക്ഷത്തിലാണ് കേരളത്തിൻ്റെ വനംവകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന് വകുപ്പ് ഭരിക്കാൻ സമയമില്ല. അങ്ങനെയുള്ള ഒരാൾ വനംവകുപ്പ് മന്ത്രിയായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. രാജിവെച്ച് ഒരു നിമിഷമെങ്കിലും മുമ്പ് രാജിവെച്ച് അന്തസ്സ് കാണിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. അല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ യാതൊരു ഉറപ്പുകളും ഈ സമയം വരെയും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ നിൽക്കുന്ന വണ്ണപ്പുറം പഞ്ചായത്തിൽപ്പെട്ട ആളുകൾ, മുള്ളരിങ്ങാട്ടിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ, അവിടുത്തെ ജനപ്രതിനിധികൾ എല്ലാവരും ഇവിടെ ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇവിടെയുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ആ നാട്ടുകാരനാണ്. അവിടുത്തെ മെമ്പർമാരെല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ നാളെ ഇനി അവിടെ അങ്ങനെ ഒരു സംഭവം ആവർത്തിക്കില്ല എന്ന് എന്തുറപ്പാണുള്ളത്? ആ ഉറപ്പ് അവർക്ക് നൽകാൻ കഴിയുമോ? അതിൻ്റെ പേരിൽ നമുക്ക് അവിടെ സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കപ്പെടുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് മൗലികമായി നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധകരം. അതുകൊണ്ടാണ് ഞാനടക്കം എല്ലാ നേതാക്കന്മാരും ഇവിടെ കുത്തിയിരിക്കുന്നത്.